നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു തോരൻ്റെ റെസിപ്പി കാണാം കേട്ടോ. പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു തോരനാണ്. സാധാരണ നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ട് കറികളും അച്ചാറും ചമ്മന്തിയൊക്കെ അല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇന്നൊരു തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പച്ചമാങ്ങ ഉപ്പേരി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറ് കഴിക്കാൻ വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്തെങ്കിലുമൊക്കെ പുളി കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു തോരൻ ഇഷ്ടമാകുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 മാങ്ങ എടുത്തിട്ടുണ്ട്. അധികം വലിപ്പമില്ലാത്ത ചെറിയ മാങ്ങയാണ്. നമ്മളുടെ അടുത്ത് ഏത് മാങ്ങയാണുള്ളത് അതെടുക്കാം. ഒരുപാട് വലിപ്പമുള്ള മാങ്ങയാണെങ്കിൽ ഒരെണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് 3-4 എടുത്തു എന്ന് മാത്രം. ആദ്യം ഈ മാങ്ങ ഒന്ന് കഴുകി തോലയ്ക്ക് ഒന്ന് ചെത്തിയിട്ടെടുക്കാം. ഞാനിപ്പോൾ 4 മാങ്ങയും തോലയ്ക്ക് ഒന്ന് ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി അതും അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലേക്ക് ഇതിൻ്റെ തോലയ്ക്ക് ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് പൂളിയിട്ട് കൊടുത്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങ് നുറുക്കിയെടുത്താൽ മതി. ഏറ്റവും നല്ലത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഈ 4 മാങ്ങ അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം ഒരു തോരൻ വെക്കാനുള്ള മാങ്ങ ആയിട്ടുണ്ട്. 2 എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പുളിയുണ്ട് കേട്ടോ. പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പുളി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മാങ്ങ അങ്ങ് മൂടിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ടൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പം മാങ്ങേൻ്റെ പുളി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങ് പോയിക്കോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് അങ്ങ് പിഴിഞ്ഞെടുത്താൽ മതി. പുളി നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. ചെറിയ ചൂടുള്ള, അതായത് തണുപ്പ് മാറിയ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മാങ്ങേൻ്റെ പുളി ഒന്ന് കളഞ്ഞെടുക്കാം. കുറച്ചു നേരം വെച്ചിട്ട് ഞാനിത് വെള്ളത്തിൽ നിന്ന് അങ്ങ് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു വെക്കുന്നതെങ്കിൽ നമുക്ക് ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കുടിക്കാനും. നമുക്ക് സംഭാരമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പച്ചമാങ്ങ സംഭാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മാങ്ങ മുഴുവൻ നമ്മൾ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുളക് ഇതേപോലെയുള്ള വെള്ളമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് പച്ചമുളകോ കാന്താരി മുളകോ ഏതാണ് നമ്മളെടുത്തുള്ളത് അത് ഉപയോഗിക്കാം. ചെറുള്ളി ഒരു പിടുത്തം അരിഞ്ഞിടുന്നുണ്ട്. മുളക് പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 5-6 മുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. 1-2 കൈപ്പിടി ചേർത്ത് കൊടുക്കാം. കാരണം കൂടുതൽ തേങ്ങ ചേർക്കും തോറും തോരനായി വരുമ്പോഴേക്കും അതിൻ്റെ പുളിയൊന്ന് കുറഞ്ഞു കിട്ടിക്കോളും. ഇനി എന്താണ്, ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഉപ്പിട്ട വെള്ളത്തിലായിരുന്നു മാങ്ങ പുളി പോകാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ മാങ്ങയിലേക്ക് കുറച്ച് ഉപ്പ് പിടിച്ചിട്ടുണ്ടാകും. അതുകൂടാതെയാണ് കേട്ടോ നമ്മളിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മതിയാകൂല, എന്നാലും ഇപ്പം ഇത്രയും ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഉപ്പ് പാകമാണോ നോക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. ഞാനിപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചട്ടിയാണ് വെക്കുന്നതെന്ന്. സാധാരണ ഇൻഡാലിയത്തിൻ്റെ പാത്രത്തിലും വെക്കാറുണ്ട്. അതിൽ നന്നായിട്ട് തന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വന്നോട്ടെ കേട്ടോ. പാത്രത്തിൻ്റെ അടിയിലേക്ക് ഒട്ടിപ്പിടിക്കാതെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങേൻ്റെ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കണമെങ്കിൽ ഒന്ന് മൂടി വെക്കാം കേട്ടോ. 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വീണ്ടും തുറന്നു നോക്കിയിട്ട് ഇളക്കിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് തുറന്നു വെച്ച് തന്നെ ഇളക്കി അങ്ങ് വേവിച്ചെടുത്താൽ മതി. വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ആദ്യം ഇത് ഒന്ന് ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കും കേട്ടോ. അത് കുഴപ്പമില്ല. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല വളർന്നിരിക്കും കേട്ടോ. ഉപ്പേരി ആയി വരുമ്പോഴേക്കും. അതുപോലെ ഇടയ്ക്കൊന്ന് രുചി നോക്കാം കേട്ടോ. പുളി കൂടുതലുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുകയാണെങ്കിൽ പുളി ഒന്ന് കുറഞ്ഞിട്ട് അതുപോലെ തന്നെ ഉപ്പേരി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് വളർന്ന് കിട്ടും. ഈ മാങ്ങ പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. നമ്മൾ അത്രയും നൈസായിട്ടാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഇളക്കി വെള്ളം വറ്റിച്ചെടുത്ത് വേവിച്ചാൽ മതി. ഒരുപാട് സമയമൊന്നും എടുക്കൂല, പെട്ടെന്നാകും. അപ്പോൾ ഇത് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉപ്പേരിയുടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പുളി കുറയ്ക്കണമെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് പിഴിഞ്ഞെടുക്കണം എന്നുള്ളതാണ്. എന്നിട്ട് മാങ്ങേൻ്റെ പുളിക്കനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പൊക്കെ പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ.
10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ ആവിയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇത് കുറച്ചും കൂടി ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ പച്ചമാങ്ങ തോരൻ വെക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ തോരൻ വെക്കുന്നത് പോലെ തന്നെ തേങ്ങേന്റെ കൂടെ വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയിട്ട് അങ്ങനെയും തോരൻ വെക്കാം. പക്ഷെ പച്ചമാങ്ങ ഈ ഒരു രീതിയിൽ വെക്കുമ്പോഴായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. അപ്പൊ ഇതുവരെ ഇതേപോലെ പച്ചമാങ്ങ വെച്ചിട്ട് തോരനൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പൊ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതുക. പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും അതിലെ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടിക്കോളും. അപ്പൊ ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.